നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലതുപോലെ സോഫ്റ്റാണ്, നല്ലപോലെ പഫിയാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ അതെൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാനൊന്ന് പങ്കുവെക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പഴം പകുതി മുറിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നിച്ച് ആയിട്ടല്ല ചെയ്യുന്നത്, പകുതി മുറിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കാണാം എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകൾ എന്നൊക്കെ നോക്കാം കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവണില്ലേ? നമുക്കറിയാതെ അത് കഴിക്കാനായിട്ട് തോന്നുന്ന അത്രയും കാണുന്ന പോലെ തന്നെ അത് കഴിക്കുമ്പോഴും രുചിയുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടത് മൈദയാണ് എന്നുള്ളത്. അപ്പം ഞാൻ 1 ഗ്ലാസ് മൈദയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മൈദ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത നല്ല നൈസ് അരിപ്പൊടി, അത് 2 സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് 2 സ്പൂൺ ദോശമാവ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനൊരു 1/4 സ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 1/4 സ്പൂൺ ഈസ്റ്റും അതുപോലെ തന്നെ പഞ്ചസാരയുടെ നമ്മുടെ മധുരത്തിന് ആവശ്യമായ രീതിയിൽ നിങ്ങൾ ഇട്ടോളൂ. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളം, വല്ലാണ്ട് ചൂടുള്ള വെള്ളമല്ല, ഇളം ചൂടുവെള്ളം 1 കപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇളം ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് കെട്ടാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ വിസ്ക് അല്ലെങ്കിൽ സ്ട്രെറർ അല്ലെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യാനുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കട്ടയില്ലാതെ നന്നായി ഇളക്കി അധികം വെള്ളം കൂടാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടയില്ലാതെ ഇത് വെച്ചിട്ടാണ്, ഈ സ്ട്രെറർ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം ചേർക്കാം. അതുപോലെ നിങ്ങൾക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ ദോശമാവോ ചേർക്കാൻ താല്പര്യം ഇല്ലാച്ചാൽ അതിന് പകരം മൈദ തന്നെ ചേർക്കുക. 2 സ്പൂൺ കൂടി മൈദ ചേർക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ വെള്ളം നമ്മുടെ അളവ് ശരിയാവില്ല. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നമ്മൾ കെട്ടാതെ ഇങ്ങനെ ഈ മാവ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഇരുന്നോട്ടെ. ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇങ്ങനെ മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് 1/4 ടീസ്പൂൺ ഞാൻ ഉപ്പും അതുപോലെ നമ്മുടെ കളർ ചേഞ്ചിന് വേണ്ടി പഴംപൊരിയുടെ ഇത് മഞ്ഞ കളറാണല്ലോ, അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ആ മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം വീണ്ടും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇളക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാവിൻ്റെ പരുവം ഞാൻ നേരത്തെ കാണിച്ചത് തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും മഞ്ഞൾപ്പൊടി ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പഴംപൊരി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നല്ലതുപോലെ ഇളക്കി മാവ് ഇങ്ങനെ സെറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴം എടുത്തു. ഞാൻ 3 പഴമാണ് എടുത്തേക്കുന്നത്. എത്രയും തോലൊക്കെ നന്നായി കറുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ തോല് കളഞ്ഞതിന് ശേഷം പഴം നടുമുറിച്ച് അത് 3 കഷ്ണങ്ങളാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പഴത്തിൻ്റെയും തോല് കളയാണ്. ആ തോല് കളഞ്ഞ് ഞാൻ പ്ലേറ്റിലേക്ക് അങ്ങനെ വെച്ചു. നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അതിന് ശേഷം ഒരു പഴം പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് നീളനെ തന്നെ അങ്ങനെ തന്നെ ചെയ്യാൻ താല്പര്യം അങ്ങനെ ചെയ്തോളൂ. ഞാൻ പകുതി മുറിച്ചിട്ട് ആ കഷ്ണം 3 കഷ്ണമാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വല്ലാതെ കട്ടി കുറയ്ക്കും വേണ്ട, എന്നാൽ കട്ടി കൂടും വേണ്ട, ആ രീതിയിൽ പഴം കഷ്ണങ്ങളാക്കി വെക്കുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഈ പ്ലേറ്റിലേക്ക് വെച്ചു. അതിന് ശേഷം നമുക്ക് പഴങ്ങൾ ഓരോ കഷ്ണവും എടുത്ത് മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവറോ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ ഉപയോഗിക്കാം. ഞാൻ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്. ശരിക്കും നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും പഴംപൊരിക്ക് നല്ലത്. ഇത് കുഴപ്പമില്ല, വല്ലാതെ തോല് കറുപ്പുണ്ടെങ്കിലും പഴം വല്ലാതെ പഴുപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ കഷ്ണങ്ങളാക്കി വെച്ച പഴത്തിൽ നിന്നും മാവ് ഈ പരുവത്തിലാണ് വേണ്ടത്. ഞാൻ ഒന്നും കൂടി കാണിച്ചതാണ്. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ച് സൺഫ്ലവറാണ് ഒഴിക്കുന്നത്. എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് മാവ് കോരി ഒഴിച്ച് നമുക്ക് നോക്കാം എണ്ണയുടെ പരുവം. അപ്പോൾ എണ്ണ ചൂടായി എന്ന് കണ്ടപ്പോൾ ഞാൻ ഈ പഴം കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്ത് മുക്കിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാൻ ഗുമ്മില്ല എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി ആയിട്ട് തന്നെയാണ് വന്നത്.
അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ തയ്യാറാക്കി നോക്കൂ. നല്ല പെർഫെക്റ്റാണ്. ഈ അതേ അളവിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് പഴംപൊരി കിട്ടും കേട്ടോ. അപ്പോൾ ഈ പഴംപൊരി എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു. അപ്പോൾ ഓടിപ്പോയിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കൂ പഴംപൊരിയൊക്കെ. നല്ല പെർഫെക്റ്റ് പഴംപൊരിയായിട്ട് ഉണ്ടാക്കിക്കോളുണ്ട് കേട്ടോ.